നമസ്കാരം. മഹാശിവരാത്രി സാധന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വ്രതമൊന്നും കാര്യങ്ങളൊന്നും ഒക്കെ. നോക്കൂ, നമ്മുടെ അന്വേഷണത്തിൻ്റെ തീവ്രമേറിയ രീതിയിൽ നമ്മൾ തയ്യാറെടുത്താലും നമുക്ക് പലപ്പോഴും അതിന് വേണ്ടത്ര സമയമെടുത്തേക്കാം റിയലൈസേഷന്. എന്നാൽ ഈ ശിവരാത്രി അറിയാനൊന്നുമില്ല. മനസ്സിൻ്റെയും വാക്കിലും സംഭവിച്ചതല്ലേ ഈ പ്രപഞ്ചം. സൃഷ്ടി ഒരു ശക്തിയാണ്. ശക്തിയുമായി ലയിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താണെന്നുള്ള ബോധം അനുഭവിക്കാനേ സാധിക്കുള്ളൂ. അതിനെ പറയാൻ കഴിയുന്നതല്ല. അപ്പോൾ അനുഭവത്തിൻ്റെ ഇത്രയും തീവ്രമേറിയ കമ്പനം, സ്പന്ദനം വന്ന് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ അന്നശുദ്ധിക്കും വാക്ശുദ്ധിക്കും അതേപോലെ മനോശുദ്ധിക്കും വീര്യശുദ്ധിക്കും പ്രാധാന്യം നൽകിയേ പറ്റുള്ളൂ. നമ്മുടെ ഒരു തീരുമാനം അല്ലെ നമ്മുടെ ഒരു തീവ്രത നമുക്ക് കൂട്ടിയാൽ ഉള്ളിൽ വൈരാഗ്യം തന്നെ സംഭവിച്ചോളും. കൃപ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിലേക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക, അച്ചടക്കം പാലിക്കുക. ഇതാണ് സാധനയുടെ വ്രതം എന്നുള്ളത്. പിന്നെ ശിവരാത്രി നടക്കുന്നത് തൃശ്ശൂർ വെച്ചാണ്, ഞാൻ പറഞ്ഞിരുന്നു. സമയം 7 to 4 രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. പലരും ചോദിക്കും, ഗുരുജി എനിക്ക് ഒരു തീവ്രമേറിയ അനുഭവം വേണം, എനിക്ക് പലതും എനിക്ക് റിയലൈസേഷൻ വേണമെന്നൊക്കെ. നോക്കൂ, ഒരു ഗുരു 365 ദിവസവും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അവർക്ക് 9ാം വാതിൽ തുറന്നിട്ടതാണ്. എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് ശരീരം ഉപേക്ഷിക്കാം. അവരത്രയും അത്തരത്തിൽ നിൽക്കുകയാണ്. ഓരോ ശിഷ്യർക്കും വേണ്ടിയിട്ടാണ് ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമാധി സ്ഥിതിയിൽ ശിവനായിരിക്കുന്ന ബോധം ഗുരുവിലുണ്ട്. ആ ഗുരുവിൻ്റെ ഊർജത്തിൽ നിങ്ങൾ കണക്ട് ചെയ്ത് ചേർന്നിരിക്കുമ്പം നിങ്ങളുടെ DNA എല്ലാം മാറി, നിങ്ങളുടെ DNA കാർമിക് എല്ലാം പോയി നിങ്ങൾ ശിവൻ്റെ ബന്ധത്തിലേക്കല്ലേ, ശിവബോധത്തിലേക്ക് ലയിക്കും. ഒരു ദീക്ഷ കൊണ്ടും ഇതാണ് ഉദ്ദേശിക്കുന്നത്. ശിവരാത്രി ഒരു സാധാരണ ജീവിതത്തിൽ ഉയർന്ന സാധ്യതയാണ് ഒരുക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉപകരിക്കുക. നമസ്കാരം.